ഭയങ്കര ലുക്കാണല്ലോ അവര്. ഫ്രണ്ടേക്ക് ഓ ടാക്സി കിട്ടി. ഓക്കെ അബുദാബി മാൾ. അങ്ങനെ ടാക്സി കിട്ടി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അരിയുണ്ട്. ഞങ്ങൾ പോകുന്നത് അബുദാബി മാളിലാണ്. അപ്പോൾ ചെറിയ പർച്ചേസിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ഡ്രോൺ വേണം. ആ നാട്ടിലോട്ട് പോകുന്ന കേട്ടോ. ഹരി സല്ലടാ തമ്പി. ഡ്രോൺ കിട്ടുമോ അവിടെ അബുദാബി മാളിൽ? ഹായ് ഫ്രാൻസ്, ഹരി. ആന്ധ്രയാണ് കേട്ടോ. ആന്ധ്രയാണ്, പക്ഷെ ആള് നന്നായിട്ട് മലയാളം സംസാരിക്കും അല്ലേ? പോയത് അബുദാബി മാലാണ്. ഡ്രോൺ മേടിക്കണം, അവിടെ ഉണ്ടാവുന്ന നോക്കട്ടെ. ഓക്കെ, പിന്നെ തമിഴ് മലയാളമാണ് ആ സംസാരിക്കുന്നത്. ഔട്ട് സൈഡ് നല്ല തണവാണ് കേട്ടോ. പക്ഷെ ഇപ്പം ചെറിയ കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി. ഇപ്പം നല്ല ചൂട് വരുന്നുണ്ടല്ലോടാ. ഔട്ട് സൈഡ് തണുപ്പ് കുറയുന്നുണ്ടല്ലേ. അടുത്ത മാസത്തോടെ നമ്മുടെ നാട്ടിലത്തെ കാലാവസ്ഥയാവും ഓൾമോസ്റ്റ്. ഇതാണ് അബുദാബി മാള്. മാളിൽ എത്തിക്കണം. അബുദാബി മാൾ കണ്ട. ഇവിടെ ടൂറിസ്റ്റ് ബസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്, കാണുന്നുണ്ട്. ഓപ്പൺ ആയിട്ടിരിക്കാൻ നാളെ പോയിട്ടില്ല ഇവിടെ. ഇപ്പൊ ഞങ്ങളുള്ളത് അബുദാബി മാളാണ് കേട്ടോ. നല്ല കളറാണ്. ആര് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. എനിക്കിന്ന് പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഹിന്ദു ടെമ്പിൾ അല്ലേ, ഹിന്ദു ടെമ്പിളിൽ പോകണമെന്നുണ്ട്. എവിടെ? രാം മന്ദിർ കേട്ടോ. അപ്പോൾ ഇന്ന് കുറേ പ്ലാൻ ഉണ്ട്. അപ്പം നടക്കുമെന്നറിയില്ല. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഷർഫ് DJ ആണ് കേട്ടോ. ഡ്രോൺ വാങ്ങാൻ. DJI Mini 4 Pro White. Mini 4 Pro? Yeah. Oh, drone. No, is offer. Offer. There is two like bundle. Drone undo? One is 3799 with 34 minutes battery life. That is 45 minutes. അവൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഡ്രോൺ വാങ്ങാൻ വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഷറഫ് DJയിലാണ് കേട്ടോ. ഏകദേശം ഇവിടെ 80,000 മുകളിൽ പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഡ്രോണിന് കേട്ടോ, വില. ആക്ച്വലി അബുദാബിയിൽ ഡ്രോൺ അലൗഡ് അല്ല കേട്ടോ. ഇവിടെ ഡ്രോൺ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഹരിക്കുട്ടൻ ഡ്രോൺ വാങ്ങില്ല, കാരണം ഓൺലൈനിൽ 200 റംസ് കുറവ് വരും. ടാക്സിയൊക്കെ പിടിച്ച് വന്നേ അതിനായിട്ട്. ടാക്സിയൊക്കെ പിടിച്ച് വന്നു. ഡ്രോണ് നോക്കുമ്പോൾ ഇവിടെ വില കൂടുതലാണ്. അല്ല, ഇവിടെയൊക്കെ കറണ്ടിൻ്റെ പൈസ, ബിൽഡിങ്ങിൻ്റെ ലാൻഡ് ഇതെല്ലാം കൊടുക്കണ്ടേ, വാടകയ്ക്ക് കൊടുക്കണ്ടേ, വെറുതെ കിട്ടുമോ? അപ്പോൾ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യേണ്ട പരിപാടിയാണ്. നോക്കാം, വേറെ ഷോപ്പും കൂടി നോക്കട്ടെ. ഹരിയെല്ലാം കാര്യമായിട്ട് നോക്കുന്നുണ്ട്. ഹരി, നീ നോക്കല്ലാണ്ട് വല്ലതും വാങ്ങുമോ? ഇതാണ് പർച്ചേസ് ചെയ്ത സാധനം കേട്ടോ. എമൗണ്ട് 280. ഇവിടുത്തെ ആ ചേച്ചി നമ്മളോട് പറയാം, മസ്റ്റായിട്ട് നമ്മൾ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, അതായത് നമ്മളിവിടെ വന്ന് ഇപ്പോൾ കേരളക്കാരാണെങ്കിൽ ഇപ്പം ഇവിടെ പർച്ചേസിങ്ങിന് വന്നാൽ ആകെ പറയുന്നത് എവറി ഫ്രം എന്ന് പറഞ്ഞാൽ അവർ കേരള എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വേണ്ട, എന്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്നില്ല? കാരണം അവർ ഫിലിപ്പൈനാണ്, അവർക്ക് കേരള എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തിനാ എല്ലാവരും കേരള എന്ന് പറയുന്നത്? ഇന്ത്യ എന്ന് പറയണം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞപാടും എവിടെയാണ് ചോദിച്ചാലും ഇന്ത്യ എന്ന് പറഞ്ഞു, കേരള ഫ്രം ഇന്ത്യ. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അവർ പറയാം, നമ്മൾ അങ്ങനെ പ്രൗഡ് ചെയ്യുന്നു, അങ്ങനെ പറയണം, ഇന്ത്യ എന്ന് പറയണം, അതിന് കേരള എന്ന് പറയുന്നത്. നമ്മൾ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യ എന്ന് പറയുമ്പോൾ മാത്രമേ അങ്ങനെ പറയേണ്ടതെന്ന് അവർ മസ്റ്റായിട്ട് പറയാൻ ആ ലേഡി ചേച്ചി പറഞ്ഞാണ് കേട്ടോ. അതുകൊണ്ട് മാത്രം പറയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. പഴയ നാട്ടിൽ പോകുന്നതിൻ്റെ പർച്ചേസായിട്ടോ ചെറിയ. അങ്ങനെ ഹരിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് അബുദാബിയിലെ രാം മന്ദിർ ടെമ്പിളിലാണ്. എൻ്റെ ലൈഫിലെ തന്നെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു കേട്ടോ ഇത്. എല്ലാവർക്കും പോകാൻ പറ്റുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ ഇത്. ഞാനിത് ഏകദേശം 1 വർഷം മുന്നേ എടുത്ത വീഡിയോസാണ്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസൊന്നും ഇപ്പോൾ ഇല്ല എൻ്റെ കയ്യിൽ കേട്ടോ. ഈ ഫോട്ടോസ് മാത്രമേ ഇല്ലൂ, ഇപ്പം കുറച്ച് വീഡിയോസ് മാത്രമേ ഇല്ലൂ. അതുമാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുന്നില്ലൂ. കാരണം എൻ്റെ പഴയ ചാനൽ ഉണ്ടായിരുന്നു, അത് 10 മിനിറ്റ്സ് ആയതുകൊണ്ട് അതങ്ങ് പോയി. അതുകൊണ്ടാണ് ഈ പഴയ വീഡിയോ ഇതിലോട്ട് ഞാൻ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ കയറാൻ എല്ലാവർക്കും പറ്റും. അതുപോലെ ചെരുപ്പ് വെക്കാനൊക്കെ പ്രത്യേകിച്ച് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഫ്രീ എൻട്രി ആണ്. അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും എല്ലാവർക്കും പോകാൻ പറ്റിയ കണ്ടുവരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ എല്ലാ പരിപാടിയും ഇങ്ങനെ ഇറങ്ങി കേട്ടോ. നല്ല റഷായിരുന്നു. അതുകൊണ്ട് ഓൺ വോയിസ് പരിപാടിയൊന്നും പറ്റില്ല കേട്ടോ. നല്ല സൗണ്ടായിരുന്നു. ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ട് തന്നെ സംസാരിക്കാൻ പറ്റില്ല. നല്ല റഷ് എല്ലാം കഴിഞ്ഞു. കണ്ണെങ്കിലേ നല്ല ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു അനുഭവമായിരുന്നു കേട്ടോ. ആദ്യത്തെ വിസിറ്റിംഗ് ആണ് എൻ്റെ ടെമ്പിൾ. ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ ടെമ്പിൾ വിസിറ്റ് ചെയ്യുന്നത്. അതിക്ക് കാരണം ഹരിയാണ്. ഹരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ടെമ്പിൾ വന്നപ്പം എന്തായാലും കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവന് കൂടി ഉണ്ടാകാൻ പറ്റും. നല്ല ടൈമാണ്. അപ്പം എങ്ങനെയുണ്ട് ഇന്ന് വന്നിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ശിവരാത്രിയാണ്. ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? നീ ഹാപ്പി അല്ലേ? അത് മതി, അത് പോതും എനിക്ക്, അത് മതി. ഓക്കെ, എല്ലാവരും കാണാൻ എൻജോയ് ആക്കാം. എല്ലാവർക്കും ഒരു നല്ലൊരു ശിവരാത്രി മുതൽ നല്ലൊരു ബ്ലെസ്സിങ്സ് ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു.